നിനക്കായി മാത്രം ഭാഗം 20. എല്ലാവരോടും പറഞ്ഞ് അവരുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ എന്നെ മയക്കിയെടുക്കാമെന്ന് കരുതരുത് മിസ്റ്റർ. നിങ്ങൾ പറയുന്ന ഈ തൊഴിലവസരങ്ങളിൽ 75% ലഭിക്കാൻ പോകുന്നത് മറ്റുള്ളവർക്കായിരിക്കും. ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പില കളയും പോലെ വലിച്ചെറിയും. നിങ്ങളെപ്പോലെയുള്ള 5 സ്റ്റാർ റിസോർട്ട് നിർമ്മാതാക്കളുടെ സ്ഥിരം വാചകങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാലക്സി റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽ, ഇതല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്? അവനതിൽ കോട്ടും സ്യൂട്ടും ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അയാൾ അതിനുത്തരം പറഞ്ഞില്ലെങ്കിലും അവനെ നോക്കി അതേ എന്ന രീതിയിൽ തലയാട്ടി. ഐ ഹാവ് കളക്റ്റഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് എവറി ആസ്പെക്ട്സ് ഓഫ് യുവർ കമ്പനി. യു ഹാവ് മോർ ദാൻ 50 ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അക്രോസ് ഇന്ത്യ. ആം ഐ കറക്റ്റ്? അയാൾക്ക് നേരെ തന്നെ അവൻ ചോദിച്ചതും അതിനും അയാൾ തലയാട്ടി. Among the 50+ hotels and resorts, you are appointing professional personalities and academically well-defined person as your staff. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് 1000-ലധികം തൊഴിലവസരങ്ങൾ നൽകാൻ പോകുന്നതെന്നും കൂടി എനിക്കൊന്ന് പറഞ്ഞു നൽകിയാൽ കൊള്ളായിരുന്നു. സംസാരത്തിൽ ആദ്യം ഗൗരവവും തികഞ്ഞ ശൗര്യവുമായിരുന്നുവെങ്കിലും അവസാനത്തെ ചോദ്യം അവൻ അല്പം പുച്ഛം കലർത്തിയാണ് അവരോട് ചോദിച്ചത്. അവൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും വാക്കുകൾക്കും മുൻപിലും ഗാലക്സി റിസോർട്ട് ആൻഡ് ഹോട്ടൽസിൻ്റെ അംഗങ്ങൾ എല്ലാവരും നിശബ്ദമായി നിന്നുപോയിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ തീർത്ത് പറയാം. ആ സ്ഥലം ഈ നാട്ടിലുള്ളവർ കൃഷി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോയിരുന്നൊരു സ്ഥലം. ആ സ്ഥലമാണ് നിങ്ങൾ അനധികൃതമായിട്ട് പണത്തിൻ്റെയും കള്ളക്കളികളുടെയും പേരിൽ കൈക്കലാക്കി വച്ചിരിക്കുന്നത്. അത് തിരികെ അതിനവകാശപ്പെട്ടവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഹരിനാരായണൻ ഏതറ്റം വരെ പോകാനും തയ്യാറായിരിക്കും. അതിന് നിങ്ങൾക്കെതിരായാലും മിസ്റ്റർ സതീശൻ മംഗലത്തിനെതിരെ ആയാലും. അച്ഛൻ്റെ നേരെയും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അവൻ്റെ സംസാരം കഴിഞ്ഞതും ഗാലക്സി റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസിൻ്റെ ആളുകൾ എല്ലാവരും ഒരുപോലെ സതീശനെ ദേഷ്യത്തോടെ നോക്കി. ഈ സ്ഥലത്തൊരു റിസോർട്ട് വരുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നുകൂടി ആലോചിക്കാനുണ്ട് മിസ്റ്റർ സതീഷ്. ഇപ്പം നമുക്ക് പിരിയാം. ഞങ്ങൾ പറ്റുമ്പോൾ വിളിക്കാം. അത് പറഞ്ഞ് അവരെല്ലാവരും എഴുന്നേറ്റ് സതീശനൊരു കൈ കൊടുത്ത് നേരെ കാറിൽ കയറി തിരികെ പോയി. അപമാനം കൊണ്ട് സതീശനാകെ ഉഴറിപ്പോയി. സതീശേട്ടാ. അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന സതീശനെ പിന്നിൽ നിന്ന് സംഗീത വിളിച്ചു. വെട്ടണം. സ്വർണം കായ്ക്കുന്ന മരമായാലും വീടിന് മുകളിൽ വളർന്നാൽ വെട്ടണം. അതുപോലൊരു പടുമരമാണവൻ. ഒന്നിനും കൊള്ളാത്ത നശൂലം. അത് പറയുമ്പോൾ സതീശൻ്റെ കടപ്പല്ല് ഞെരിഞ്ഞു. അയാൾ പറഞ്ഞത് അംഗീകരിക്കുന്നത് പോലെ സംഗീത അയാളുടെ തോളിൽ കൈയമർത്തി. അവർ പോകുന്നത് നോക്കി നിന്ന് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സതീശൻ അകത്തേക്ക് കയറിപ്പോയി. രാവിലെ സമയമായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ല. ഹരി വെറുതെ വഴിയിലൂടെ അങ്ങനെ നടന്നു. നാട്ടിൽ വന്നിട്ട് 1-2 ദിവസമായിട്ടും താൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരാളുടെ മുഖം മാത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല. പേരറിയില്ല, വീടറിയില്ല, ഇപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് പോലും അറിയില്ല. ഇനി ഈ നാട്ടിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നും അറിയില്ല. വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നോക്ക് ആ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് ഹരി. ഇപ്പോഴും അങ്ങനെയൊരു ചിന്തയോടെ തന്നെയാണ് ഹരി നടന്നു നീങ്ങിയത്. പക്ഷേ അങ്ങനെ നടക്കുന്ന നേരത്താണ് ദൂരെ നിന്ന് ഒരു പെൺകുട്ടി നടന്നു വരുന്നത് ഹരിയുടെ കണ്ണിൽ പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ താൻ പ്രതീക്ഷിച്ച മുഖമല്ലേ അത് എന്ന് ഹരി ഓർത്തുപോയി. ദൂരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആ മുഖത്ത് വിടർന്നു നിൽക്കുന്ന പുഞ്ചിരി ഹരിക്ക് തെളിമയോടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് കാണെ അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവനെ മറികടന്നു പോകുന്നതിന് മുന്നായി തന്നെ അവൾ അവനെ നോക്കി തെളിമയോടെ തന്നെ പുഞ്ചിരിച്ചു. അമ്പലത്തിൽ പോകാറില്ല ഇപ്പോൾ? അവൾ തൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഹരി അവളോടെന്ന പോലെ ചോദിച്ചു പോയി. ഒരിക്കലും അങ്ങനെയൊരു ചോദ്യം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷേ അവളെ അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാതെ വിടുന്നത് ശരിയല്ല എന്ന് തോന്നി അവന്. അവൻ അങ്ങനെ തന്നോട് ചോദിക്കും എന്ന് പെട്ടെന്ന് കരുതാത്തത് കൊണ്ട് തന്നെ അവൾ ആ ചോദ്യം തന്നോടാണോ എന്ന രീതിയിൽ അവനെ തന്നെ നോക്കി. തന്നോട് തന്നെയാ ചോദിച്ചത്. താനിപ്പോൾ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പോകാറില്ലേ എന്ന് അവൻ അവളോട് ഒന്ന് ഊന്നി ചോദിച്ചു. പോകാറുണ്ട്, പക്ഷേ മുൻപത്തെ പോലെ എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റാറില്ല. ക്ലാസ് ഉള്ളതുകൊണ്ട് ആകെ തിരക്കിലാണ്. ഹരി അതിന് തലയാട്ടി. ഇവിടെ ഇല്ലായിരുന്നോ? ഇനിയൊന്നും ചോദിക്കാനില്ലാത്തത് കൊണ്ട് മുന്നിലേക്ക് നടക്കാനൊരുങ്ങി അവനെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള അവളുടെ ചോദ്യം. എന്താ? അല്ല, ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ എന്ന്? ഇല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു, അവൻ പറഞ്ഞു. കൂടുതൽ സമയം അങ്ങനെ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും നടന്നു. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. അച്ഛനെതിരെ എന്ത് ചെയ്താണെങ്കിലും ആ സ്ഥലം പഴയതുപോലെ ജനങ്ങൾക്ക് ഉപയോഗമുള്ള രീതിയിലാക്കുന്ന രീതിയിൽ മാറ്റണം എന്ന് കരുതി ഹരി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെയെങ്കിലും അത് അച്ഛൻ്റെ കൈക്കൽ നിന്ന് നേടിയെടുക്കണം. ആ ചിന്ത അവനിൽ നിറഞ്ഞു വന്നു. ഹരി ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആ സ്ഥലത്ത് പുതിയതായി റിസോർട്ട് നിർമ്മിക്കാൻ ഒരുങ്ങിയ ആളുകളും അതിൽ നിന്ന് പിന്മാറി. അതൊരു കണക്കിന് ഹരിക്ക് സന്തോഷം നൽകിയ കാര്യം തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഹരി അമ്പലത്തിലേക്കൊക്കെ പോകും. അവളെ കണ്ടാലോ എന്ന് കരുതിയാണ്.
ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഹരിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു മുഖമുണ്ടെങ്കിൽ അത് അവളുടേതാണ്, വൈഗ. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ പിന്നീട് അവളെ കാണാൻ അവന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഹരി അമ്പലത്തിലേക്ക് പോയി. ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷ അപ്പോഴും അസ്തമിക്കാതെ ഉണ്ടാകാറുണ്ട്. അതിലുപരി അധിക പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് അമ്പലത്തിലേക്ക് കയറുന്ന വൈഗയുടെ കൂട്ടുകാരിയെ ഹരി ദൂരെ നിന്ന് തന്നെ കാണുന്നത്. അവൻ്റെ കാലുകൾക്ക് വേഗതയേറി. കൂട്ടുകാരി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവളും വന്ന് കാണും എന്നവൻ്റെ മനസ്സ് പറഞ്ഞു. അമ്പലത്തിൻ്റെ പടികൾ കയറുമ്പോൾ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ തൊഴുതു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഒരേ സമയം ആ കാഴ്ച അവൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകുന്നതും ആനന്ദം പകരുന്നതുമായിരുന്നു. അവൾ തൊഴുതു കഴിയുമ്പോഴേക്കും എന്തായാലും കുളപ്പടവിലേക്ക് പോകും എന്നുറപ്പുള്ളത് കൊണ്ട് ഹരി അമ്പലത്തിനകത്തേക്ക് കയറാതെ നേരെ കുളക്കടവിലേക്ക് പോയി. ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഹരി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ കുളത്തിനടുത്തേക്ക് വന്നു. പക്ഷേ ഹരിയുടെ കാറ്റഴിച്ചു വിടുന്നത് പോലെ അവളുടെ കൂടെ ആ കൂട്ടുകാരി ഉണ്ടായിരുന്നു. പ്രതീക്ഷയോടെ ഇരുന്ന മുഖം നിമിഷ നേരം കൊണ്ട് നിരാശ പടർന്നു കയറി. ചേട്ടൻ ഇവളെ കാത്തിരിക്കുന്നതാണോ? പിന്നിൽ നിന്ന് ആ കൂട്ടുകാരിയുടെ ശബ്ദമാണ് ആദ്യം എത്തിയത്. അത് കേട്ടപ്പോൾ ഹരി അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ അവരുടെ അടുത്തായിട്ട് തന്നെ അവളും നിൽക്കുന്നുണ്ട്. ഹരിയുടെ നോട്ടം പെട്ടെന്ന് തന്നെ കൂട്ടുകാരിയിൽ നിന്നും വൈഗയുടെ നേർക്കെത്തി. എന്തോ പേടിച്ചതുപോലെ നിൽക്കുകയാണ് അവൾ. പക്ഷേ അതിനിടയിലും അവനെ നോക്കി പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. അവനും അവളെ നോക്കിയൊന്ന് ചിരിച്ചു. കണ്ണും കണ്ണും നോക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചതിനൊന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ഇവരുടെ ഈ കഥകളി കണ്ടുകൊണ്ട് വേണി വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് ഹരി അവളെ നോക്കിയത്. എന്താ? ഹരി അവളെ നോക്കി അല്പം ശബ്ദം കടുപ്പിച്ചുകൊണ്ട് തന്നെ തിരികെ ചോദിച്ചു. ചേട്ടന് ഇവളെ കാണാൻ വന്നതാണോ എന്ന്. വേണി ഗൗരവത്തിൽ അവൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ഹരി ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാത്ത മട്ടിൽ ധൈര്യത്തോടെ നിന്നു. പിന്നെ അമ്പലക്കുളത്തിൽ ഞാൻ ഇവളെ കാണാനല്ലേ നിൽക്കുന്നത്. അതായിരിക്കും ആരെയോ പ്രതീക്ഷിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിരുന്നത്. വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ വേണി വീണ്ടും ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് ഹരിക്ക് വിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ വൈഗ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനൊന്നും പറയാനും പറ്റുന്നില്ല. അവൻ വേണിയെ ഒന്ന് കൽപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ അവളും ഒന്ന് അടങ്ങി. തനിക്കെന്താ വേണ്ടത്? സഹി കെട്ടപ്പോൾ ഹരി തിരിച്ചു ചോദിച്ചു പോയി. പരമാവധി സംയമനം പാലിച്ചാണ് അവൻ ചോദിച്ചത്. എങ്കിലും ശബ്ദം അല്പം ഉയർന്നു പോവുക തന്നെ ചെയ്തു. അവൻ അങ്ങനെ ശബ്ദമുയർത്തി ചോദിക്കും എന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ വേണി അല്പം ഒന്ന് ഭയന്നു പോയിരുന്നു. അവൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന രീതിയിൽ ചുറ്റും ഒന്ന് നോക്കി. ഞാൻ പോവാ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്താന്ന് വെച്ചാൽ സംസാരിക്കുക. അവൻ ആ ചോദിച്ചതും പറഞ്ഞതും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വേണി തിരികെ കുളപ്പടവുകൾ കയറി. പോകുന്ന വഴിയിൽ വൈഗയെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുവാനും മറന്നില്ല അവൾ. വൈഗയാണെങ്കിൽ അവളെ നോക്കി കണ്ണു ചുരുക്കി കാണിച്ചു. ഞാനും വരുവാ. വൈഗയും അവൾക്ക് പിന്നാലെ പോകാൻ ഒരുങ്ങി. നീ വരണ്ട, ഇവിടെ നിന്ന് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തീർത്തിട്ടൊക്കെ വന്നാൽ മതി. ഞാൻ ആൽമരത്തിൻ്റെ അപ്പുറത്ത് കാത്തു നിന്നോളാം. അത് പറഞ്ഞ് വൈഗയുടെ കൈ പിടിവിച്ചുകൊണ്ട് വേണി മുകളിലേക്ക് തിരികെ കയറി. വൈഗയാണെങ്കിൽ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് പോയി. വേണി കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ മാത്രമാണ് അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നിയത്. എന്നിട്ടാണെങ്കിൽ അവൾ പകുതിക്ക് വെച്ച് കാലുമാറി പോയി കളഞ്ഞിരിക്കുന്നു. വേണി മുകളിലേക്ക് കയറി മറഞ്ഞതും അവൾ നേരെ മുന്നിലേക്ക് നോക്കി. അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് ഹരി അന്നേരം. ഞാൻ ഹരിനാരായണൻ, ഇവിടെ, അല്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ, അഡ്വക്കേറ്റാണ്. ഇത്ര നാളും ചെന്നൈയിൽ ലോ കോളേജിൽ പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നെക്കുറിച്ച് പറയാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ആൻഡ് ഇതിന് മുൻപൊരിക്കലും നമ്മൾ കണ്ടപ്പോൾ താൻ പറഞ്ഞിരുന്നു തനിക്ക് എങ്ങനെയോ എന്നെ കണ്ടുപരിചയമുണ്ടെന്ന്. വാട്ട് എവർ, താൻ എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ തന്നെയും നോക്കാൻ തുടങ്ങിയത്. അത് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ആൻഡ് സ്റ്റിൽ യു ആർ സ്റ്റെയറിങ് വിത്തൗട്ട് സേയിങ് എ വേർഡ്. എനിക്ക് തന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. തൻ്റെ വീട് എവിടെയാണെന്നോ നാടെവിടെയാണോ എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് തൻ്റെ പേര് വൈഗ എന്നാണ് എന്ന് മാത്രമാണ്. ആൻഡ് ഐ നോ വൺ മോർ തിങ്, ദാറ്റ് ഈസ് ഐ ലവ് യു. ഒറ്റ ശ്വാസത്തിൽ വളരെ സമാധാനത്തോടെ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവൾ ശ്രദ്ധിച്ചു കേട്ട് നിൽക്കുക തന്നെയായിരുന്നു. പക്ഷേ അവസാനം പറയുന്ന വാക്ക് കേട്ടതും അവളുടെ കണ്ണുകളുടെ കൃഷ്ണമണി ചെറുതായിട്ടൊന്ന് വികസിച്ചു പോയി. അത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ഹരിക്ക് എളുപ്പം മനസ്സിലാവുകയും ചെയ്തു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഹരി. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ തിരികെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ കണ്ണു മിഴിച്ചു നിൽക്കുകയാണ്. ഹേയ്, അവൻ അവളുടെ മുഖത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വിരൽ ഞൊടിച്ചു. അപ്പോഴാണ് വൈഗ പെട്ടെന്ന് അവനെ ശരിക്കും നോക്കിയത്. എന്താ പറഞ്ഞത്? ചെവി കേൾക്കില്ലേ? തിരികെ കളിയാക്കുന്ന മട്ടിൽ അവൻ ചോദിച്ചതും അവൾ കേൾക്കുമെന്ന രീതിയിൽ തലയാട്ടി. ഒരു കാര്യം ഒരു തവണയിൽ കൂടുതൽ പറയുന്നത് എനിക്കിഷ്ടമല്ല.
എങ്കിലും തന്നോടായതുകൊണ്ട് ഞാൻ പറയും, ഐ ലവ് യു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. വെറുതെ ഉള്ള ഇഷ്ടമൊന്നുമല്ല. ഐ എം നോട്ട് ദാറ്റ് ടൈപ്പ് ഓഫ് എ സ്റ്റീരിയോ ടൈപ്പ് സ്റ്റുപ്പിഡ് റോമിയോ. വിവാഹം കഴിച്ച് തന്നെ കൂടെ കൂട്ടാൻ തന്നെയാണ് ഇഷ്ടം. അത് തൻ്റെ ഈ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ഐ ലവ് ദ വേ യു ലുക്ക് അറ്റ് മീ. ആദ്യം അല്പം തമാശ കലർത്തിയും അവസാനമായപ്പോൾ അല്പം പതിഞ്ഞ ശബ്ദത്തിലുമാണ് അവനത് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. ബൈ. അത് പറഞ്ഞ് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ ഹരി കുളപ്പടവുകൾ ഓടിക്കയറി. അവൻ്റെ ഉള്ളിൽ ഒരുതരം സമാധാനം പടർന്നു കയറിയിരുന്നു. കുറേ നാളായിട്ട് മനസ്സിനുള്ളിൽ ഇങ്ങനെ തിങ്ങി നിന്നിരുന്ന എന്തോ ഒന്ന് ഇറക്കി വെച്ചതുപോലെ. കുളത്തിൻ്റെ ഏറ്റവും മുകളിലെ പടവിൽ നിന്ന് അവൻ അവളെ ഒന്ന് നോക്കി. അവളപ്പോഴും കുളത്തിലേക്ക് നോക്കി തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് അവൻ ഉറക്കെ ഒന്ന് കൈകൊട്ടിക്കൊണ്ട് വിളിച്ചു. പെട്ടെന്ന് അങ്ങനെയൊരു ശബ്ദം കേട്ടതും വൈഗ തിരിഞ്ഞു നോക്കി. മുകളിൽ നിന്ന് അവൻ മുകളിലേക്ക് കയറി വരൂ എന്ന രീതിയിൽ കൈകൊണ്ട് കാണിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.